ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 ആനുകാലിക ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, 34ാമത്തെ ആശാൻ പുരസ്കാര ജേതാവ് ആരാ? കെ ജയകുമാറാണ് കേട്ടോ. 2022 ആശാൻ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ജയകുമാറാണ്. ഓക്കെ, അപ്പോൾ ആശാൻ ജയിച്ചു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആശാൻ ജയിച്ചു, ആശാൻ പുരസ്കാര ജേതാവ് കെ ജയകുമാർ, ആശാൻ ജയിച്ചു. അപ്പോൾ ഒന്നും കൂടെ മൈൻഡിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു, ഓട്ടയുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ആശാൻ ജയിച്ചു എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. വീണ പൂവ് വിത്തും വൃക്ഷവും എന്ന കൃതി ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ജയകുമാറിൻ്റെയാണ് വീണ പൂവും വിത്തും വൃക്ഷവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയില്ലേ ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് അല്ലേ. വീണ് കഴിഞ്ഞാലും നമ്മളെല്ലാവരും ജയിച്ചു വരും അല്ലേ. എത്രയൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞാലും ജയിച്ചു വരും. അപ്പോൾ അങ്ങനെ തന്നെ കെ ജയകുമാർ, വീണ പൂവും വിത്തും വൃക്ഷവും എന്ന കൃതി ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ജയകുമാറിൻ്റെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗയാജി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഫാൽഗു നദിയിലാണ് ഗയാജി ഡാം കേട്ടോ. ഏത് നദിയിലാണ്? ഫാൽഗു നദി. അപ്പോൾ ഗയാജി ഡാം എന്ന് പറയുമ്പോഴല്ലോ ഗായ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. പശുവായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഗായ്, അപ്പോൾ ഈ പശു അല്ലേ നമുക്ക് പാല് തരുന്നത്. അപ്പോൾ ഗയാജി എന്ന് പറയുമ്പോൾ ഗായും പാലും എന്നുള്ള രീതിയിൽ ഫാൽഗു നദിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയുള്ള റബ്ബർ ഡാം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗയാജി ഡാമാണ്. അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൽഗു നദിയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. EOS-06 ഉൾപ്പെടെയുള്ള 9 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള ISROയുടെ ദൗത്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ PSLV-C54 ആണ്. ഏതാണ്? PSLV-C54. EOS-06 ആണ്. ഓക്കെ, അപ്പോൾ 6, 5, 4 എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. PSLV-C54 EOS-06. ഇതിൻ്റെ ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2022 നവംബർ 26 അപ്പോൾ EOS-06 അല്ലേ. അപ്പോൾ 6 വെച്ചിട്ട് തന്നെ ലാസ്റ്റ് നവംബർ 26 ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന നേട്ടം കൈവരിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന നേട്ടം കൈവരിച്ച ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. അതേപോലെ തന്നെ ഈ അടുത്ത ഏത് സംസ്ഥാനത്താണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിലുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ഏത് സംസ്ഥാനത്താണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിലുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മീററ്റിലാണ് കേട്ടോ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന മീററ്റ്. ഓക്കെ, അപ്പോൾ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്തത്. സ്പോർട്സിന് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ നമുക്ക് മെറിറ്റ് മീററ്റ് ആയിട്ടൊക്കെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചിട്ടുള്ള കായിക താരങ്ങൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PV സിന്ധുവും മൻപ്രീത് സിംഗുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചിട്ടുള്ള കായിക താരങ്ങൾ ആരൊക്കെയാണ്? PV സിന്ധു, മൻപ്രീത് സിംഗ്. അതേസമയം ഇതിന്റെ സമാപന ചടങ്ങിൽ പതാക വഹിച്ചിട്ടുള്ളത് അജന്ത ശരത് കമലും നിഖാത് സരിനുമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ചിട്ടുള്ളത് PM എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. PM നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ PM ആണ്. അതായത് P വെച്ചിട്ട് PV സിന്ധുവും M വെച്ചിട്ട് മൻപ്രീത് സിംഗ്. അതേസമയം സമാപന ചടങ്ങിൽ പതാക വഹിച്ചിട്ടുള്ളത് അജന്ത ശരത് കമലും നിഖാത് സരിനാണ് കേട്ടോ. നിഖാത് സരിനാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായിട്ട് ചുമതലയേറ്റിട്ടുള്ള വ്യക്തി KC റോസക്കുട്ടിയാണ് കേട്ടോ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായി ചുമതലയേറ്റിട്ടുള്ള വ്യക്തി KC റോസക്കുട്ടി. ഓക്കെ, അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ വനിതകളൊക്കെ വണ്ണം വെക്കുന്നത് വികസിക്കുന്നതൊക്കെ എപ്പോഴായിരിക്കും? വയറ്റിൽ കുട്ടികളിൽ എപ്പോഴാണ് നല്ല രീതിയിൽ ആലോചിക്കാം. KC റോസക്കുട്ടിയാണ്. അടുത്ത പോയിന്റ്, 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ബീജിംഗിലാണ് കേട്ടോ. 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? ബീജിംഗ് ആണ്. 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ബീജിംഗ് ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയിട്ടുള്ള താരമാരാന്ന് ചോദിക്കുകയാണെങ്കിൽ സംഗീത് സർക്കാർ ആണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയിട്ടുള്ള താരമാരാണ്? സംഗീത് സർക്കാർ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് കോമൺവെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരിൻ്റെ ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സർക്കാർ. അപ്പോൾ അങ്ങനെ സംഗീത് സർക്കാർ. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയിട്ടുള്ള താരമാരാണ്? സംഗീത് സർക്കാർ. അടുത്ത പോയിന്റ് നോക്കാം. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി.
ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ് നിധിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഈ അടുത്ത് കേരളത്തിലെ ഏത് സ്ഥാപനമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയിട്ടുള്ളത്? കേരള ലളിതകലാ അക്കാദമിയാണ് കേട്ടോ. ഈ അടുത്ത് കേരളത്തിലെ ഏത് സ്ഥാപനമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയിട്ടുള്ളത്? കേരള ലളിതകലാ അക്കാദമി. ലളിതമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറി എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയിട്ടുള്ളത് കേരള ലളിതകലാ അക്കാദമി. ജനവാസ കേന്ദ്രങ്ങളിലെ പാമ്പുകളെ പിടിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർപ്പയാണ് കേട്ടോ. ജനവാസ കേന്ദ്രങ്ങളിലെ പാമ്പുകളെ പിടിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സർപ്പയാണ്. അതേപോലെ തന്നെ വേൾഡ് സ്നേക്ക് ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 16 ആണ് വേൾഡ് സ്നേക്ക് ഡേ. ഈ സ്നേക്ക് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാമ്പിനൊക്കെ ഇങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാവില്ല. ഈ മകുടയൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ട്യൂൺ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ട്യൂണ് ജൂണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജൂൺ 16 അപ്പോൾ പാമ്പിൻ്റെ ഷേപ്പുള്ള 1 ആലോചിക്കുക. അതുപോലെ തന്നെ മകുടയുടെ ഒക്കെ ഷേപ്പായിട്ടുള്ള ഒരു 6 പോലെ എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ജൂൺ 16 ആണ് വേൾഡ് സ്നേക്ക് ഡേ. അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലെ പാമ്പുകളെ പിടിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പാണ് സർപ്പ. വേൾഡ് സ്നേക്ക് ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 16. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ കേട്ടോ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ കളമശ്ശേരിയിലാണ്, എറണാകുളത്തിലെ കളമശ്ശേരിയിലാണ് ഇന്ത്യയിൽ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്നത്. 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാ? തിരുവനന്തപുരത്താണ്. 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാണ് തിരുവനന്തപുരം. 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാണ് തിരുവനന്തപുരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പടവുകളാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പടവുകൾ. അവരെ ഒരു പടി ഉയർത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കട്ടോ. പടവുകൾ, ഒരു പടി ഉയർത്താൻ വേണ്ടിയിട്ട് പടവുകൾ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കളമശ്ശേരിയാണ്. സംസ്ഥാനം കേരളം, കളമശ്ശേരിയിലാണ്. 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരം. സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പടവുകൾ. അടുത്ത പോയിന്റ് നോക്കാം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള മലയാളി താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുരളി ശ്രീശങ്കറാണ്. എത്ര ഡിസ്റ്റൻസ്? 8.08 മീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഡ് വെച്ചിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരിൽ ലോങ് ജമ്പിലാണ് വെള്ളി മെഡൽ നേടിയിട്ടുള്ള മലയാളി താരം മുരളി ശ്രീശങ്കർ. ഡിസ്റ്റൻസ് 8.08 ആണ്. ഓക്കെ. അതേസമയം ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് എൽദോസ് പോൾ ആണ് കേട്ടോ. ട്രിപ്പിൾ ജമ്പ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യമില്ലേ, 3 പ്രാവശ്യം ചാടണം. അപ്പോൾ എല്ലൊക്കെ പൊട്ടി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൽദോസ് ആണ്, ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൽദോസ് പോൾ ആണ്. ഡിസ്റ്റൻസ് 17.03 മീറ്റർ. അതിൽ തന്നെ വെള്ളി കിട്ടിയിട്ടുള്ളത്, ട്രിപ്പിൾ ജമ്പിൽ വെള്ളി കിട്ടിയിട്ടുള്ളത് അബ്ദുള്ള അബൂബക്കറിനാണ്. 17.02 മീറ്റർ ആണ് കേട്ടോ. 17.02 മീറ്റർ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചേക്കണേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാർ ലോങ് ജമ്പ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള മലയാളി താരം ചോദിക്കുകയാണെങ്കിൽ മുരളി ശ്രീശങ്കറാണ്. 8.08 മീറ്റർ ആണ്. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് എൽദോസ് പോൾ ആണ്. 17.03 മീറ്റർ ആണ്. വെള്ളി കിട്ടിയിട്ടുള്ളത് അബ്ദുള്ള അബൂബക്കർ. 17.02 മീറ്റർ ആണ്. സംസ്ഥാനത്തെ ആദ്യ ഗണിത പാർക്ക് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാ? നേമം ഗവൺമെൻറ് UP സ്കൂളാണ് സംസ്ഥാനത്തെ ആദ്യ ഗണിത പാർക്ക്. മാത്സ് ആണ് അല്ലേ ഗണിത പാർക്ക്. അപ്പോൾ മാത്സിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് നിയമവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നേമം ഗവൺമെൻറ് UP സ്കൂൾ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 2022 വർഷം പ്രകാശനം ചെയ്ത തോൽക്കില്ല ഞാൻ ആരുടെ ആത്മകഥയാണ്? തോൽക്കില്ല ഞാൻ ആരുടെ ആത്മകഥയാണ്? ടീക്കാറാം മീണയുടെയാണ് കേട്ടോ. ടീക്കാറാം മീണ. അപ്പോൾ നമ്മൾ എത്ര വീണ് കഴിഞ്ഞാലും നമ്മൾ തോൽക്കില്ല എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. തോൽക്കില്ല ഞാൻ ടീക്കാറാം മീണയാണ്. നമ്മൾ വീണ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അധ്യാപകരെ സർ, മാഡം എന്നീ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ജനറൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രൽ പദം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ ആദ്യ സ്കൂൾ ചോദിക്കുകയാണെങ്കിൽ ഓലശ്ശേരി സ്കൂളാണ്. ഓലശ്ശേരി സ്കൂൾ ഒരു സാധാരണ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണെന്ന് ആലോചിക്കുക. ഓലശ്ശേരി സ്കൂൾ. അധ്യാപകരെ സർ, മാഡം എന്ന വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ജനറൽ ന്യൂട്രൽ പദം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ ആദ്യ സ്കൂളാണ് ഓലശ്ശേരി സ്കൂൾ. വനിതകളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള 31 അംഗം സമിതിയുടെ തലവനാണ് വിനയ് സഹസ്രബുദ്ധ. അപ്പോൾ വനിതകളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള 31 അംഗം സമിതിയുടെ തലവനാരാണ്? വിനയ് സഹസ്രബുദ്ധ കേട്ടോ. വിനയ് സഹസ്രബുദ്ധ. അപ്പോൾ വനിതകളുടെ അടുത്തൊക്കെ കുറച്ച് വിനയൊക്കെ വേണം അല്ലേ? വിനയ് സഹസ്രബുദ്ധ.
അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഹൈദരാബാദാണ്. അപ്പോൾ റോക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹൈറ്റിലുള്ള ഒരു റോക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈ വെച്ചിട്ട് ഹൈദരാബാദായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാഡമി ആരംഭിച്ചത് ലക്നൌവിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാഡമി ആരംഭിച്ചത് ലക്നൌവിലാണ്. ഓക്കെ, അപ്പം പാരാ ബാഡ്മിൻ്റൺ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ ലക്കാണെന്നൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അതിൻ്റെ അക്കാഡമി ആരംഭിച്ചതല്ല, അപ്പോൾ അവർക്ക് ലക്കാണ്, ലക്നൗ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. 2022 ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറാനാണ്. 2022 ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. അതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിച്ചേക്കുക. ഈ അടുത്ത് വിക്ഷേപിച്ചിട്ടുള്ള നൂർ-2 ഏത് രാജ്യത്തിൻ്റെ സൈനിക ഉപഗ്രഹമാണ്? നൂർ-2 ഏതാണ്? ഇറാൻ്റെ ആണ്. അപ്പം നായും റായൊക്കെ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഇറാൻ, അതിനകത്തും റായും നായൊക്കെ ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചേക്ക്. ഈ അടുത്ത് വിക്ഷേപിച്ചിട്ടുള്ള നൂർ-2 ഏത് രാജ്യത്തിൻ്റെ സൈനിക ഉപഗ്രഹമാണ്? ഇറാൻ. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് ആരംഭിക്കുന്നത് വാഗമണിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് ആരംഭിക്കുന്നത് വാഗമൺ. കാരവൻ വാഗമൺ. ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ സ്ഥാപിതമാകുന്നത് ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ, നമുക്കൊരു പീസ് സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഗുരു വേണം എന്ന് ആലോചിക്കുക. ഗുരുഗ്രാമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രെയിൻ ATM എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിലും അതും ഗുരുഗ്രാമാണ് അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ്. ലോകത്തിൽ ആദ്യമായിട്ട് വന്യമൃഗങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് നൽകുന്ന രാജ്യം. ലോകത്തിൽ ആദ്യമായിട്ട് വന്യമൃഗങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് നൽകുന്ന രാജ്യം ഇക്വഡോർ ആണ് കേട്ടോ. ഏതാണ്? ഇക്വഡോർ ആണ്. അപ്പം ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോറൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് അവർക്കും കിട്ടണേ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വഡോർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇക്വഡോർ ആണ്. അടുത്ത പോയിന്റ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത് മേപ്പാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത് മേപ്പാടിയിലാണ്. അപ്പോൾ സോളാർ ആൻഡ് വിൻഡ് എന്നൊക്കെ പറയുന്നത് മുകളിൽ നിന്ന് വരുന്നതല്ല, അപ്പം മേളിൽ നിന്ന് വരുന്നതാണ്. മേപ്പാടി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. മേപ്പാടിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് വിതുരയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്നത് വിതുരയിലാണ് കേട്ടോ. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ ബാലാവകാശം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ ബാലന്മാരെയൊക്കെ അധികം ദൂരത്ത് വിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ. ദൂരത്ത് അങ്ങനെ വിതുരയായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാണ്. ദൂരവുമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാണ് കേട്ടോ. ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാ? ചാടാണ്. ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചാടിലാണ്. അപ്പം ഈ വായു മലിനീകരണമൊക്കെ വരുന്നത് നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കയറി ചാടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കുറേ ഇങ്ങനെ വായു മലിനീകരണം വരും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ചാടാണ്. ലോകത്തിലെ വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചാട്. നഗരം ചോദിക്കുകയാണെങ്കിൽ ലാഹോറാണ്. ലോകത്തിലെ വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ ലാഹോറാണ് കേട്ടോ. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചാട്. അടുത്ത പോയിന്റ് നോക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ പുരസ്കാരങ്ങളിൽ മികച്ച പ്രതിനായകനുള്ള ബഹുമതി നേടിയിട്ടുള്ളത് ദുൽഖർ സൽമാനാണ്. ആരാണ്? ദുൽഖർ സൽമാൻ കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ പുരസ്കാരങ്ങളിൽ മികച്ച പ്രതിനായകനുള്ള ബഹുമതി നേടിയിട്ടുള്ളത് ദുൽഖർ സൽമാനാണ്. ഫിലിം ചോദിക്കുകയാണെങ്കിൽ ചുപ്പ്. ഈ ദാദകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കും. ചുപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഫിലിം ചുപ്പാണ്. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായിട്ടുള്ളത് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാണ്? BVR സുബ്രഹ്മണ്യം. അതിന് മുമ്പ് ആരായിരുന്നു? പരമേശ്വരനായിരുന്നു അല്ലേ. അപ്പോൾ നീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ വിളിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. മുമ്പ് പരമേശ്വരനായിരുന്നു, അതേപോലെ തന്നെ ഈശ്വരൻ പോലെ തന്നെ സുബ്രഹ്മണ്യം. എല്ലാം ഈശ്വരന്മാരുടെ പേര് പോലെ കേട്ടോ. BVR സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വരുന്ന വിതുരയാണ്. ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചാട്. ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ പുരസ്കാരങ്ങളിൽ മികച്ച പ്രതിനായകനുള്ള ബഹുമതി നേടിയിട്ടുള്ളത് ദുൽഖർ സൽമാനാണ്. ഫിലിം ചോദിക്കുകയാണെങ്കിൽ ചുപ്പ്. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനായിട്ടുള്ളത് BVR സുബ്രഹ്മണ്യം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. വൺ ഫാമിലി വൺ ഐഡന്റിറ്റി എന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ്. വൺ ഫാമിലി വൺ ഐഡന്റിറ്റി എന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2023 ലോക പുസ്തകമേള നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. 2023 ലോക പുസ്തകമേള നടക്കുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂ പുസ്തകം എന്നൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. 2023 ലോക പുസ്തകമേള നടക്കുന്നത് ന്യൂഡൽഹി. എൻ്റെ പ്രമേയം ആസാദി കാ അമൃത് മഹോത്സവമാണ്. പ്രമേയം എന്താണ്? ആസാദി കാ അമൃത് മഹോത്സവ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാ? വിക്രം-S ആണ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം-S ആണ്. നിർമ്മിച്ചിട്ടുള്ളത് സ്കൈ റൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ് ആണ് കേട്ടോ. നിർമ്മിച്ചിട്ടുള്ളത് സ്കൈ റൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം-S ആണ്. S വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കാൻ. നിർമ്മിച്ചിട്ടുള്ളത് സ്കൈ റൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ്. 2022 കേരളോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയാണ്. 2022
കേരളോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയാണ്. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. ധനുജാത്ര ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷയിലാണ്. ധനുജാത്ര ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷ. അപ്പോൾ ധനു എന്ന് പറയുമ്പോൾ നമുക്ക് ധനമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ധനം എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോവും. അങ്ങനെ ഒഡീഷയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ധനുജാത്ര ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷയിലാണ്. പൊതു ടാപ്പുകളിലെ വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ഡ്രിങ്ക് ഫ്രം ടാപ്പ് എന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഒഡീഷയാണ്. അപ്പോൾ ഡ്രിങ്ക് ഫ്രം ടാപ്പ്, പൊതു ടാപ്പുകളിലെ വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ഡ്രിങ്ക് ഫ്രം ടാപ്പ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന ആലോചിക്കാം ഒഡീഷയാണ്. അപ്പോൾ ധനുജാത്ര ഫെസ്റ്റിവൽ നടക്കുന്നതും അതുപോലെ തന്നെ ഡ്രിങ്ക് ഫ്രം ടാപ്പ് എന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുമ്പോഴും ആൻസർ ഒഡീഷയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ് കേട്ടോ. ഇന്ത്യയിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. അപ്പം നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആകെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലൊക്കെ ആയിരിക്കും അല്ലേ. സംസാരിക്കാനൊക്കെ പറ്റാണ്ട് ഇങ്ങനെ ആകെ സൈലൻ്റ് ഒക്കെ ആയിട്ട് ധർമ്മടമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കേരള സർക്കാർ വിളർച്ച രോഗമുള്ള സ്ത്രീകൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ആരോഗ്യ പദ്ധതി ഏതാണ്? വിവ എന്നുള്ളതാണ്. വിവ എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഓക്കെ, അപ്പോൾ കേരള സർക്കാർ വിളർച്ച രോഗമുള്ള സ്ത്രീകൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ആരോഗ്യ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിവയാണ്. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി എന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. വായനാശീലം വളർത്തുന്നതിനായിട്ട് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി എന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വായനാശീലം വളർത്തുന്നതിനായിട്ട് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി എന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്നിട്ടുള്ള നഗരം മുംബൈ ആണ്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ്സാണ് കേട്ടോ. ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്നിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണ്. അപ്പോൾ ഡിജിറ്റൽ ബസ്സൊക്കെ മുംബൈയെ വന്നു എന്ന് ആലോചിക്കാം കേട്ടോ. മുംബൈ ആണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി. പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം, ഈ റോപ്പ് വേ എന്നൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ വാരി എടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ വാരണാസി, പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി. ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്യപ്പെട്ട സ്ഥലം ലേയാണ്. ലഡാക്കിലെ ലേയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? ലേയാണ്, ലഡാക്കിലെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യതയുള്ള റോഡ് നിലവിൽ വന്നിട്ടുള്ളതും ലഡാക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യതയുള്ള റോഡ് നിലവിൽ വന്നിട്ടുള്ളതും ലഡാക്കിൽ തന്നെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്നിട്ടുള്ള നഗരം മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഡൽഹിയിലാണ്. പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി. ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്യപ്പെട്ട സ്ഥലം ലേയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യതയുള്ള റോഡ് നിലവിൽ വന്നിട്ടുള്ളത് ലഡാക്കിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 ലോറസ് അവാർഡിലെ സ്പോർട്സ്മാൻ ഓഫ് ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാക്സ് വെർസ്റ്റെപ്പനെയാണ് കേട്ടോ. ആരാണ്? മാക്സ് വെർസ്റ്റെപ്പനെയാണ് 2022 ലോറസ് അവാർഡിലെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ഇതിനകത്തുണ്ടല്ലോ, ഈ സ്പോർട്സ് പറയുമ്പോൾ ആണുങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ, പക്ഷേ പെണ്ണുങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ കണക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും തോന്നരുതേ. അപ്പോൾ ലോറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോറി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ലോറി, ഈ ലോറിയിലൊക്കെ മാക്സിമം ആൾക്കാരെ കയറ്റാം എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോറസ് അവാർഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാക്സിമം വെച്ചിട്ട് മാക്സ് വെർസ്റ്റെപ്പൻ ആണ്. അതേപോലെ തന്നെ സ്പോർട്സ് വുമൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എലൈൻ തോംസൺ ആണ്. സ്പോർട്സ് വുമൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എലൈൻ തോംസൺ. ഓക്കെ, അപ്പോൾ എലൈൻ എന്ന് പറയുമ്പോൾ എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്പോർട്സ് വുമൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ല സ്പീഡിലൊക്കെ ഓടാനൊക്കെ പറ്റുമല്ലോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സ്പോർട്സ് വുമൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എലൈൻ തോംസൺ. അതേപോലെ തന്നെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് MR റാഡുകാനുവിനെയാണ് കേട്ടോ. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് MR റാഡുകാനു. അപ്പോൾ ഈ ബ്രേക്ക് ത്രൂ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സക്സസ് ഒക്കെ അച്ചീവ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബ്രേക്ക് ത്രൂ. അപ്പം ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് MR റാഡുകാനു. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അമ്മ വഴിയാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. MR റാഡുകാനു. ഓക്കെ, അപ്പോൾ 2022 ലോറസ് അവാർഡിലെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാക്സ് വെർസ്റ്റെപ്പനാണ്. സ്പോർട്സ് വുമൻ ചോദിക്കുകയാണെങ്കിൽ എലൈൻ തോംസൺ ആണ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് MR റാഡുകാനു. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ പാങ്ങാപ്പാറയാണ്, തിരുവനന്തപുരത്തെ പാങ്ങാപ്പാറ. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ കേട്ടോ, പാങ്ങാപ്പാറ. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ വന്നിട്ടുള്ളത് വാഴക്കാടാണ്. ഓക്കെ, അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം, കുടുംബത്തിനൊക്കെ ആരോഗ്യം വേണമെങ്കിൽ വാഴപ്പഴം കഴിക്കണം എന്ന് ആലോചിക്കുക, വാഴക്കാടാണ് മലപ്പുറത്ത്. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ ചോദിക്കുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് ആണ് അല്ല, എല്ലാവരും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരുമിച്ച് നിൽക്കുകയാണ്, ഒരു പാറ പോലെ നിൽക്കുകയാണെന്ന് ആലോചിക്കുക. അത് പാങ്ങാപ്പാറയാണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ രണ്ടും മാറിപ്പോരുതേ. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആരാ? ഫ്യൂമിയോ കിഷിഡയാണ് കേട്ടോ. ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ.
ഓക്കെ, മുമ്പത്തെ ആരായിരുന്നു? ഷിൻസോ ആബെ അല്ലേ, അദ്ദേഹം കൊലപ്പെട്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ജപ്പാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാനി എന്നൊക്കെയാണ് ഈ ഫ്യൂംസ് വരാന്ന് ഓർത്തേക്കണം കേട്ടോ. ഫ്യൂംസ്, പുക വരാന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്യൂംസ്. അങ്ങനെ ഫ്യൂമിയോ കിഷിഡ ആയിട്ട് ഓർത്ത് വെച്ചേക്കാണ്. അടുത്ത പോയിന്റ്, 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ഹരിശ്രീ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഹരിവരാസനം ശ്രീ വെച്ചിട്ട് ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥാണ് കേട്ടോ. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർ. അപ്പൊ ജ്ഞാനപാന എന്നൊക്കെ പറയുമ്പോൾ പനയൊന്നും ആലോചിക്കുക കേട്ടോ. പന, നമ്മുടെ സിനിമാ നടൻ മധു പന പോലെയൊക്കെ നല്ല ആരോഗ്യമുള്ള ഒരാളാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രഘുനാഥ് പാലേരിയാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യമാണ്. ഓക്കെ, അപ്പൊ ബാലന്മാർക്കൊക്കെയാണ് നമ്മൾ പാല് കൊടുക്കണമെന്ന് ആലോചിക്കാം. പാലേരി, രഘുനാഥ് പാലേരി. അവർ മൂവരും ഒരു മഴവില്ലും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചാരാണ്? രഘുനാഥ് പാലേരി. അടുത്ത പോയിന്റ് നോക്കാം. 32ാമത്തെ വ്യാസ സമ്മാന അർഹനായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്യാൻ ചതുർവേദിയാണ്. 32ാമത്തെ വ്യാസ സമ്മാന അർഹനായിട്ടുള്ള വ്യക്തി ആരാണ്? ഗ്യാൻ ചതുർവേദി. ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നബാർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ഷാജി KV ആണ്. നബാർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ഷാജി KV. അതിന് മുമ്പ് ആരായിരുന്നു? മാധവി പുരിപുജാണ് അല്ലെ, മാധവി പുരിപുജ്. അപ്പൊ നബാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആട് സിനിമയിനകത്തുള്ള ഷാജി പാപ്പനായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഷാജി KV, നബാർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ഷാജി KV ആണ്. മുമ്പത്തെ ആരായിരുന്നു? മാധവി പുരിപുജാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അടുത്ത് പറയുന്നത്. ഇന്ത്യയിലെ 33ാമത്തെ ടെറായി എലിഫന്റ് റിസർവ് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയിലെ 33ാമത്തെ ടെറായി എലിഫന്റ് റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. നമ്മൾ എലിഫന്റിന്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല ഉയരത്തിലൊക്കെ ആയിരിക്കും അല്ലെ, അപ്പം അപ്പിലായിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പ് വെച്ചിട്ട് ഉത്തർപ്രദേശായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. പശ്ചിമ ബംഗാളിലെ നിലവിലെ ഗവർണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ CV ആനന്ദബോസ് ആണ്. ഓക്കെ, പശ്ചിമ ബംഗാളിലെ നിലവിലെ ഗവർണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ CV ആനന്ദബോസ്. അപ്പോൾ ബംഗാളികൾക്കൊക്കെ ഈ കേരളത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും എന്നൊക്കെ ആലോചിക്കുക. അതേപോലെ തന്നെ കയ്യിലൊരു കരിക്കുലം വിറ്റ CV ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത് എന്നുള്ള രീതിയിലും കൂടെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ CV ആനന്ദബോസ് ആണ് പശ്ചിമ ബംഗാളിലെ നിലവിലെ ഗവർണർ. അടുത്ത പോയിന്റ്, 2023 ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സിയോം പാലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, 2023 ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സിയോം പാലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് നമുക്ക് വേഗം റിവൈസ് ചെയ്യാം. 34ാമത്തെ ആശാൻ പുരസ്കാര ജേതാവ് K ജയകുമാറാണ്. വീണപൂവ് വിത്തും വൃക്ഷവും എന്ന കൃതി ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ K ജയകുമാറിൻ്റെ ആണ്. ഇതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഫാൽഗു നദിയിലാണ്. EOS 06 ഉൾപ്പെടെയുള്ള 9 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചിട്ടുള്ള ISROയുടെ ദൗത്യം PSLV C-54 ആണ്. അതേപോലെ തന്നെ 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ 33ാമത്തെ ടെറായി എലിഫന്റ് റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ്. പശ്ചിമ ബംഗാളിലെ നിലവിലെ ഗവർണർ CV ആനന്ദബോസ്. 2023 ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സിയോം പാലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ അരങ്ങേറുന്ന രാജ്പഥിന്റെ പുതിയ പേര് എന്തെന്നാണ് ചോദ്യം. ഏതാണ് രാജ്പഥിന്റെ പുതിയ പേര്? കർത്തവ്യ പത്ത് എന്നാണ് കേട്ടോ. എന്താണ്? കർത്തവ്യ പത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണേ. റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ അരങ്ങേറുന്ന രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? കർത്തവ്യ പത്ത് കേട്ടോ. കർത്തവ്യ പത്ത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ടുള്ള അബ്ദുൾ ഫത്താഖ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? ഏത് രാജ്യത്തിൻ്റെ? ഈജിപ്തിൻ്റെ പ്രസിഡന്റാണ് അബ്ദുൾ ഫത്താഖ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥി ആരാണ്? അബ്ദുൾ ഫത്താഖ് ആണ്. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈജിപ്തിൻ്റെ പ്രസിഡന്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണേ. എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ ലഭിച്ച ORS ലായനിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ദിലീപ് മഹലനോബിസ്. ORS ലായനിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ദിലീപ് മഹലനോബിസ് ആണ്. അപ്പോൾ ഈ മഹാരോഗങ്ങൾക്കൊക്കെയാണ് നമ്മളിങ്ങനെ ORS ഒക്കെ കൊടുക്കണേ എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദിലീപ് മഹലനോബിസ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം.
അടുത്ത പോയിന്റ് നോക്കാം. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2023 ആഘോഷിക്കുന്നത്? എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2023 ആചരിക്കുന്നത്? 74-മത്തെയാണ് കേട്ടോ. എത്രാമത്തെയാണ്? 74-മത്തെ. അപ്പോൾ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ അരങ്ങേറുന്ന രാജ്പഥിന്റെ പുതിയ പേരെന്താ? കർത്തവ്യ പഥാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ടുള്ള അബ്ദുൾ ഫത്താഖ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈജിപ്താണ്. മരണാന്തര ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ORS ലൈനിയുടെ ഉപജ്ഞാതാവ് ദിലീപ് മഹലനോബിസ്. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2023 ആഘോഷിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ 74-മത്തെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള SRD പ്രസാദ് ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കളരിപ്പയറ്റിലാണ് പ്രശസ്തൻ. അപ്പോൾ നമ്മൾ പത്മശ്രീനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കോഡൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള SRD പ്രസാദ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ? കളരിപ്പയറ്റിലാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്, ഈ കളരിക്കൊക്കെ പോകുന്നേക്കാളും മുമ്പ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രസാദൊക്കെ വാങ്ങിച്ചിട്ടാണ് കളരിക്ക് പോണേന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള SRD പ്രസാദ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ? കളരിപ്പയറ്റാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രപതിയുടെ പരമവിശിഷ്ട സേവാ മെഡൽ നേടിയിട്ടുള്ള പ്രദീപ് ചന്ദ്രൻ ഏത് വിഭാഗത്തിലെ തലവനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആസാം റൈഫിൾസിന്റെ തലവനാണ് പ്രദീപ് ചന്ദ്രൻ കേട്ടോ. അപ്പോൾ രാഷ്ട്രപതിയുടെ പരമവിശിഷ്ട സേവാ മെഡൽ നേടിയിട്ടുള്ള പ്രദീപ് ചന്ദ്രൻ ഏത് വിഭാഗത്തിലെ തലവനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസാം റൈഫിൾസിന്റെ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഈ വർഷത്തെ പത്മശ്രീ അവാർഡ് നേടിയ മലയാളി സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? അപ്പുക്കുട്ടൻ പൊതുവാളാണ് കേട്ടോ. ഈ വർഷത്തെ പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള മലയാളി സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അപ്പുക്കുട്ടൻ പൊതുവാൾ. അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പുക്കുട്ടൻ പൊതുവാളാണ്, അപ്പുക്കുട്ടൻ പൊതുവാൾ. അതുപോലെ തന്നെ പത്മശ്രീ ലഭിച്ചിട്ടുള്ള അപ്പുക്കുട്ടൻ പൊതുവാളാണ്. അപ്പോൾ ശ്രീ ഐശ്വര്യമൊക്കെ ഉള്ളത് കുട്ടികൾക്കായിരിക്കും. അങ്ങനെ നമുക്ക് കുട്ടൻ അല്ലെങ്കിൽ അപ്പുക്കുട്ടനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടൻ പൊതുവാളിനാണ് കിട്ടിയത്. അടുത്ത പോയിന്റ് നോക്കാം. എന്ത് പ്രമേയമാക്കിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം പ്രദർശിപ്പിച്ചത്? നാരി ശക്തിയാണ് കേട്ടോ. എന്ത് പ്രമേയമാക്കിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം പ്രദർശിപ്പിച്ചത്? നാരി ശക്തി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേരള ടീമിന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സിനി തോമസ് ആണ്. ഓക്കെ, റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേരള ടീമിന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സിനി തോമസ്. അടുത്ത പോയിന്റ് നോക്കാം. ഈ വർഷത്തെ പത്മഭൂഷൺ അവാർഡ് നേടിയിട്ടുള്ള ഗണിത ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീനിവാസ വരദനാണ്. ആരാണ്? ശ്രീനിവാസ വരദൻ. വേണമെങ്കിൽ നമുക്ക് ഈ മാത്തമാറ്റീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസ രാമാനുജനായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ മാത്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറേ വരകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഡിവിഷനും അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വര വെച്ചിട്ട് വരദനാണ്. അടുത്ത പോയിന്റ്, 2022 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഖാലിദ് ജാവേദ് ആണ്. ആരാണ്? ഖാലിദ് ജാവേദ്. 2022 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഖാലിദ് ജാവേദ്. അപ്പോൾ JCB എന്നൊക്കെ പറയുമ്പോൾ JCB വാഹനം ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കാല് വെച്ചിട്ടൊക്കെയാണ് ചവിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഖാലിദ് ജാവേദ് ആണ്, ഖാലിദ് ജാവേദ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്ത് ആദ്യത്തെ വയോജന പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വാഴക്കുളത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന പാർക്ക് കേട്ടോ, വയോജന പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വാഴക്കുളം. ഓക്കെ, അപ്പോൾ വയോജനം വാഴക്കുളം. പുരുഷ ലോകകപ്പ് 2022 ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. പുരുഷ ലോകകപ്പ് 2022 ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് കേട്ടോ. റണ്ണറപ്പ് പാകിസ്ഥാൻ. അടുത്ത പോയിന്റ് നോക്കാം. 2022 മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത് കരീം ബെൻസമ്മയാണ്. അപ്പോൾ ബാലൻഡിയോർ പുരസ്കാരം ബെൻസമ്മ, ബി വെച്ചിട്ട് തന്നെ കേട്ടോ. ബാലൻഡിയോർ പുരസ്കാരം ബെൻസമ്മ, കരീം ബെൻസമ്മ. ഓക്കെ, അടുത്ത പോയിന്റ്, വനിതാ ഏഷ്യ കപ്പ് 2022 ജേതാവായിട്ടുള്ളത് ഇന്ത്യയാണ്. വനിതാ ഏഷ്യ കപ്പ് 2022 ജേതാവായിട്ടുള്ളത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ് കേട്ടോ. റണ്ണറപ്പ് ശ്രീലങ്ക. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യത്തെ വയോജന പാർക്ക് വാ വെച്ചിട്ട് തന്നെ വാഴക്കുളം. പുരുഷ ലോകകപ്പ് 2022 ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് പാകിസ്ഥാനാണ്. 2022 മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത്, ബാലൻഡിയോർ എന്ന് പറയുമ്പോൾ ബാ വെച്ചിട്ട് തന്നെ ബെൻസമ്മ, കരീം ബെൻസമ്മ അല്ലെ. വനിതാ ഏഷ്യ കപ്പ് 2022 ജേതാവായിട്ടുള്ളത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആർ വെങ്കിട്ടരമണിയാണ് കേട്ടോ. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആർ വെങ്കിട്ടരമണി. 2022 ഡ്യൂറൻ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ബംഗളൂരു FC ആണ്. ആരാണ്? ബംഗളൂരു FC ആണ്. 2022 ഡ്യൂറൻ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ബംഗളൂരു FC. റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയാണ് കേട്ടോ. മുംബൈ സിറ്റിയാണ് റണ്ണറപ്പ്. അപ്പോൾ 2022 ഡ്യൂറൻ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ബംഗളൂരു FC ആണ്. റണ്ണറപ്പ് മുംബൈ സിറ്റി.
2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഷോളയൂർ പോലീസ് സ്റ്റേഷനാണ്. ഏത് പോലീസ് സ്റ്റേഷനാണ്? ഷോളയൂർ പോലീസ് സ്റ്റേഷൻ കേട്ടോ. പാലക്കാട് ജില്ലയിലാണ്. മികച്ച പോലീസ് സ്റ്റേഷനാണ്, പക്ഷെ അതിൻ്റെ ഷോയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഷോളയൂർ ആണ്. ഷോളയൂർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് ആർ വെങ്കിട്ടരമണിയാണ്. 2022 ഡ്യൂറൻ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ബംഗളൂരു FC ആണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷൻ, ഷോ കാണിക്കാത്ത പോലീസ് സ്റ്റേഷൻ ആലോചിക്കുക, ഷോളയൂർ ആണ് കേട്ടോ. ഷോളയൂർ പാലക്കാട് ജില്ലയിലെ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ല. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ല. അപ്പം ഭരണഘടനയൊക്കെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ കൊല്ലും എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. കൊല്ലമാണ്. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണ് കേട്ടോ. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ ആണ്. അപ്പം നമുക്കറിയാം ഫിഫ ലോകകപ്പിൽ ജയിച്ചിട്ടുള്ളത് അർജന്റീന, പിന്നെ 2ാം സ്ഥാനം ഫ്രാൻസ്, പിന്നെ ക്രൊയേഷ്യ. അത് ആലോചിക്കാനായിട്ട് AFC, നമ്മൾ KFC എന്നൊക്കെ പറയില്ലേ, അതേപോലെ AFC എന്ന് ആലോചിക്കുക കേട്ടോ. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ. അതിനുശേഷം മൊറോക്കോ ആണ്. 4ാം സ്ഥാനം മൊറോക്കോയ്ക്കാണ്. അപ്പം KFC മോറ് വേണം, നമുക്ക് ഇനിയും വേണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പം ഇങ്ങനെ AFC, മൊറോക്കോ ആണ് 4ാം സ്ഥാനം. അപ്പോൾ ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം കൂടിയാണ് മൊറോക്കോ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2022 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് അജന്ത ശരത് കമലാണ്. 2022 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് അജന്ത ശരത് കമൽ. നമ്മൾ ഈ ധ്യാനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ നമുക്ക് ചിന്ത എന്നുള്ള രീതിയിൽ അജന്ത ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അജന്ത ശരത് കമലാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. അത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഈ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒഡീഷയാണ് വരുന്നത്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. അടുത്ത പോയിന്റ്, 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാരീസിലാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സ് ആണ് അല്ലേ. അതിനുശേഷം പാരീസ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ടോപ്പ് എന്ന് ആലോചിക്കാം. ഓക്കെ, ടോപ്പ്. അപ്പോൾ ടോക്കിയോന്റെ TO പിന്നെ P വെച്ചിട്ട് പാരീസ്. എന്നിട്ട് ലോബി എന്ന് ആലോചിക്കാൻ പറഞ്ഞു. അടുത്ത് വരാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അതായത് 2028 ഒളിമ്പിക്സിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ലോബി എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ലോ പറയുന്നത് ലോസ് ഏഞ്ചൽസ്. പിന്നെ 32 വരാൻ പോകുന്നത് ബ്രിസ്ബെയിൻ ആണ്. അപ്പോൾ ടോപ്പിൽ ലോബി എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഫിഫ ലോകകപ്പിൽ മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയിട്ടുള്ള താരം എമി മാർട്ടിനാസ് ആണ്. അർജന്റീന ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പറിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്നത് കേട്ടോ. അത് 2023 ഫിഫ ലോകകപ്പിൽ മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ എമി മാർട്ടിനാസ്. അപ്പോൾ ഫിഫ ലോകകപ്പ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. വിജയം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മാർട്ടിനാസ് ഗോൾ കീപ്പറാണ്, അതെല്ലാം അവസാനം മാറ്റിമറിച്ചത്. അപ്പോൾ മാർട്ടിനാസ് എന്നുള്ള രീതിയിൽ മാറ്റിമറിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എമി മാർട്ടിനാസ് ആണ് കേട്ടോ, എമി മാർട്ടിനാസ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പന്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഫൈനൽസിലും സെമി ഫൈനൽസിലും യൂസ് ചെയ്തിട്ടുള്ള പന്ത് ചോദിക്കുകയാണെങ്കിൽ അൽ ഹിൽമാണ് കേട്ടോ. എന്താണ്? അൽ ഹിൽമാണ്. അപ്പോൾ ദ ഡ്രീം എന്നുള്ള മീനിങ് ആണ് അതിൻ്റെ വരുന്നത്, അൽ ഹിൽമ. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് എന്നുള്ള രീതിയിൽ, ഫൈനൽസും സെമി ഫൈനൽസ് അല്ലേ, അപ്പോൾ നമ്മുടെ ഒരു ഡ്രീമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, അൽ ഹിൽമാണ്. ഓക്കെ, അതേസമയം ബാക്കി കളികളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പന്തിൻ്റെ പേര് അൽ റിഹല എന്നാണ് കേട്ടോ, അൽ റിഹല. അപ്പോൾ 2022 ലോകകപ്പിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കാണുക. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പന്ത് അൽ ഹിൽമാണ്, ദ ഡ്രീം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ട്രീസ ജോളി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രീസ ജോളി ബാഡ്മിൻ്റൺ ആണ്. ഓക്കെ, ബാഡ്മിൻ്റൺ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. 2022 ലോക അത്ലറ്റിക്സിന് വേദിയായിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ യൂജിനാണ്. 2022 ലോക അത്ലറ്റിക്സിന് വേദിയായിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ യൂജിനാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ബിർമിംഗ്ഹാം ആണ് കേട്ടോ, ബിർമിംഗ്ഹാം ആയിരുന്നു. അപ്പോൾ 2022 ലോക അത്ലറ്റിക്സിന് വേദിയായിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ യൂജിനാണ്. അപ്പോൾ അത്ലറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ജിന്നു പോകുന്ന പോലെ അത്രയും സ്പീഡിലൊക്കെ പോകണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. യൂജിനാണ്, യൂജിൻ.
അപ്പോൾ പഠിച്ച പോയിന്റ്സ് നമുക്കൊന്നും കൂടെ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലമാണ്. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ആഫ്രിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ മൊറോക്കോ. 2022 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് അജന്ത ശരത് കമൽ. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ പാരീസ് ആണ്. 2023 ഫിഫ ലോകകപ്പിൽ മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയിട്ടുള്ള താരം എല്ലാം മാറ്റിമറിച്ചു അല്ലെ, എമി മാർട്ടിനാസ്. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പന്ത് ഏതാണ്? അൽ ഹിൽമാണ്. ദ ഡ്രീം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ട്രീസ ജോളി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. 2022 ലോക അത്ലറ്റിക്സിന് വേദിയായിട്ടുള്ള നഗരം യൂജിനാണ്. അതിന് മുമ്പുണ്ടായിരുന്നത് ബിർമിംഗ്ഹാം ആണ്. അടുത്ത പോയിന്റ് നോക്കാം. നീരജ് ചോപ്രയുടെ ഒളിമ്പിക് സ്വർണ്ണ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 7-നാണ് കേട്ടോ. നീരജ് ചോപ്രയുടെ ഒളിമ്പിക് സ്വർണ്ണ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 7-നാണ്. അപ്പോൾ സ്വർണ്ണ മെഡലൊക്കെ നേടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഗസ്റ്റൊക്കെ നീരജ് ചോപ്രനെ കാണാൻ വന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓഗസ്റ്റ് ആണ്, കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാവലിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 7 ഷേപ്പ് പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഓക്കെ, 7 ആണ്, 1 അല്ല കേട്ടോ, 7 ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. പ്രഥമ കേരള ഗെയിംസിന്റെ ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് കേട്ടോ. 2022-ലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പ്രഥമ കേരള ഗെയിംസിന്റെ ജേതാക്കൾ തിരുവനന്തപുരം. അപ്പോൾ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ നീരജ് എന്ന് പറഞ്ഞിട്ടുള്ള മൊയിലാണ് കേട്ടോ. അതിൻ്റെ ഭാഗ്യചിഹ്നം നീരജ് എന്ന് പറഞ്ഞിട്ടുള്ള മൊയിലാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത പോയിന്റ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക. അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2022 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാവ് ആരായിരുന്നു? അജന്ത ശരത് കമൽ അല്ലേ. അപ്പോൾ ധ്യാനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിന്തയൊന്നും ഉണ്ടാവില്ല, അജന്ത എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ പുതുക്കിയ സമ്മാനത്തുകയാണ് 25 ലക്ഷം രൂപ കേട്ടോ. എത്രയാണ്? 25 ലക്ഷം രൂപ. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7 എന്താ പ്രത്യേകത? നീരജ് ചോപ്രയുടെ ഒളിമ്പിക് സ്വർണ്ണ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പി.ടി. ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണ്? പി.ടി. ഉഷ. പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യത്തെ വനിത, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യ വനിത സ്റ്റെഫാനി ഫ്രപ്പാർട്ടാണ്. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്. ഓക്കെ, അപ്പോൾ പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യ വനിതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. സ്റ്റെഫാനി, ഫാനി കേട്ടോ. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്. അടുത്ത പോയിന്റ്, കാഴ്ച പരിമിതരുടെ 2022 ലോകകപ്പിന്റെ ജേതാക്കൾ ഇന്ത്യയാണ്. കാഴ്ച പരിമിതരുടെ 2022 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ക്യാമ്പയിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് കേട്ടോ. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ക്യാമ്പയിനാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. അടുത്ത പോയിന്റ് നോക്കാം. GST ബില്ലുകൾ പ്രചരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഏതായിരുന്നു? ലക്കി ബില്ലാണ് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. GST ബില്ലുകളൊക്കെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പാണ് ലക്കി ബിൽ. അപ്പോൾ ബില്ലുകളെല്ലാം കിട്ടിയിട്ട് അതിൽ നിന്ന് പിന്നെ ലക്കി ഡ്രോ ഒക്കെ എടുക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. വിനോദസഞ്ചാരികൾക്കായിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ട് എന്നാണ് ചോദിക്കുകയാണെങ്കിൽ മായയാണ്. വിനോദസഞ്ചാരികൾക്കായിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ. അപ്പോൾ നമ്മളിങ്ങനെ വിനോദത്തിനൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ, ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ മായ പോലെയൊക്കെ തോന്നും അല്ലേ. കുറച്ച് ഫാൻറ്റസി പോലെയൊക്കെ, കുറച്ച് മായ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മായയാണ്. വിനോദസഞ്ചാരികൾക്കായിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ട് മായ. 2023 ലോക ക്ഷയരോഗത്തിൻ്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB ആണ് കേട്ടോ. യെസ് വി ക്യാൻ എൻഡ് TB. നമുക്ക് ട്യൂബർക്യുലോസിസ് എൻഡ് ചെയ്യാം എന്നുള്ളതാണ് 2023 ലോക ക്ഷയരോഗത്തിൻ്റെ പ്രമേയം. യെസ് വി ക്യാൻ എൻഡ് TB. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമനിട്ട പുരസ്കാരത്തിന് 2023 അർഹനായിട്ടുള്ളത് പ്രഭാവർമ്മയാണ്. ആരാണ്? പ്രഭാവർമ്മ. ഓക്കെ, അപ്പോൾ കടമനിട്ട പുരസ്കാരം 2023 ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഭാവർമ്മയാണ്. അപ്പം കടം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ പ്രഭ പോവും എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. കടമനിട്ട പുരസ്കാരം പ്രഭാവർമ്മ. കടം വന്നു കഴിഞ്ഞാൽ പ്രഭ പോവും, അങ്ങനെ ഓർക്കുക. പ്രഭാവർമ്മ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചുള്ള രാജ്യം ജർമ്മനിയാണ്. ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചുള്ള രാജ്യം ജർമ്മനി. അപ്പം ഒരുപാട് ലോൺ കൊടുത്തു, മെനി ലോൺ കൊടുത്തു എന്നൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ജർമ്മനിയാണ് ക്ലീൻ ഗംഗ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചുള്ള രാജ്യം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം കേട്ടോ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചോദ്യം ഇതാണ്: 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് ആരാണ്? ഓക്കെ, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ളത് ആരാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെഷൻ നോക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഒരു പോയിന്റെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നന്നായിരുന്നു പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.